വെൽക്കം ടു കേരള കിച്ചൺ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് പഴംപൊരി അഥവാ ഏത്തയ്ക്കാപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദാപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അരിപ്പൊടിയും നമുക്ക് ആവശ്യമുണ്ട്. ഏകദേശം ഞാനൊരു 1/4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ ജീരകം, 1 നുള്ള് മഞ്ഞൾപ്പൊടി, എള്ള് ഞാൻ ഇത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ എള്ള് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് പഞ്ചസാര. ഇനി നമുക്ക് ആവശ്യം ഉപ്പാണ്. ഏകദേശം ഒരു നുള്ള് ഉപ്പ് മാത്രം ചേർത്താൽ മതിയായിരിക്കും. അതുപോലെ തന്നെ സോഡാപ്പൊടി. ഞാനിവിടെ ഏത്തപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഏത്തപ്പഴം ഞാൻ 4 പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമുക്ക് ബാറ്റർ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മൈദാപ്പൊടി ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടിയും ആഡ് ചെയ്യാം. എന്നിട്ട് ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ ബാറ്ററിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയാണ് ആഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സോഡാപ്പൊടി, 1 പിഞ്ച് സോഡാപ്പൊടിയാണ് ഞാൻ ചേർത്തത്. ഇനി നമ്മുടെ പഞ്ചസാര, അതുപോലെ തന്നെ എള്ള്, ജീരകം, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ 1 നുള്ള് ഉപ്പ് കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം മാത്രമേ ഇതിനകത്തേക്ക് വാട്ടർ ആഡ് ചെയ്യാവൂ. ഇനി ആവശ്യമനുസരിച്ച് വെള്ളം ആഡ് ചെയ്ത് നമ്മുടെ വിസ്ക് വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി പരുവത്തിൽ വേണം നമ്മൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി. ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഒരു സ്പൂണോ വെച്ചോ നല്ല പോലെ ഇളക്കി അതിനകത്ത് ലെംസ് ഒക്കെ കളയണം. നമുക്കിനി അടുപ്പ് കത്തിച്ച് ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഇപ്പം നമ്മുടെ പാൻ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം മാത്രമേ ഏത്തപ്പഴം നമ്മുടെ ബാറ്ററിയിൽ നല്ലപോലെ മുക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാവൂ. ഇപ്പം നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഏത്തപ്പഴമായിട്ട് എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മുടെ ഏത്തയ്ക്കാപ്പം ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് തിരിച്ചിട്ട് അടുത്ത സൈഡും നല്ലപോലെ നമുക്ക് മുരിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഏത്തയ്ക്കാപ്പം നല്ലപോലെ 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും ഒരു സെർവ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. ബാലൻസ് ഉള്ള ഏത്തയ്ക്കയും ഇതുപോലെ തന്നെ നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം.
നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.